മെഴ്സിഡീസിന്റെ എൻട്രി ലെവൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന എഞ്ചിനുമായിട്ടാണ് ഏറ്റവും പുതിയ ഡസ്റ്റർ എത്തിയിട്ടുള്ളത്. മെഴ്സിഡീസും റെനോയും കൂടി നിർമ്മിച്ച ഈ ഒരു ടർബോ പെട്രോൾ എഞ്ചിന്റെ ഏറ്റവും ഹയസ്റ്റ് ടൂണിംഗ് ആണ് ഡസ്റ്ററിന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സെഗ്മെന്റിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വാഹനമായിട്ട് പുതിയ ഡസ്റ്റർ മാറി. ലുക്സിലും റെനോ സ്കോർ ചെയ്തു. പഴയ ഡസ്റ്ററിന് ഒരു ഫീൽ ലഭിക്കുന്നുണ്ട്. ഒരു SUV വേണ്ട സ്റ്റാൻസും വരുന്നുണ്ട്. ഈ സെഗ്മെന്റിലെ ബെസ്റ്റ് ആയിട്ടുള്ള 212 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. എന്റെ റേറ്റിംഗ് ലുക്സിന് 7.5 ഔട്ട് ഓഫ് 10 ആണ്. 6 അടി ആയിട്ടുള്ള ഒരാൾ മുന്നിലിരിക്കുമ്പോൾ റിയർ സീറ്റിൽ എനിക്ക് കിട്ടുന്ന സ്പേസ് ആണിത്. ലെഗ് റൂം, നീ റൂം, ഹെഡ് റൂം എല്ലാം ഡീസൻ്റ് ആണ്. തൈ സപ്പോർട്ട് മാത്രം ഒരു ആവറേജ് പറയാനുള്ളത്. ഉയരം കൂടിയ വാഹനമായതുകൊണ്ട് തന്നെ പ്രായമുള്ളവർക്കും കയറാനും ഇറങ്ങാനും വളരെ സുഖമായിരിക്കും. ക്യാബിൽ ഇത്രയും സ്പേസ് വന്നപ്പോഴും റെനോ ബൂട്ട് സ്പേസിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. 518 ലിറ്ററാണ് ഡസ്റ്ററിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. ഡസ്റ്റർ എടുക്കാനുള്ള ടെംപ്റ്റേഷൻ എനിക്ക് വരുന്നതിൻ്റെ പ്രധാന എലമെൻറ്റ്സ് ഈ ഒരു ഡ്രൈവർ സെൻട്രിക് കോക്ക്പിറ്റും ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളുമാണ്. ഈ സെഗ്മെന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഓൾ LED ലൈറ്റ്സ്, 18 ഇഞ്ച് അലോയ് വീൽസ്, പാനോറാമിക് റൂഫ്, 360 ക്യാമറ, മുന്നിൽ 2 സീറ്റുകളും വെന്റിലേറ്റർ പവേർഡ് ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട്. അഡാസിന്റെ 17ഓളം സേഫ്റ്റി ഫീച്ചേഴ്സ്, 10.1 ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റും 10.25 ഇഞ്ചിന്റെ MID എന്നിങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഡസ്റ്ററിൽ വരുന്നുണ്ട്. ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ സെഗ്മെന്റിൽ ഡസ്റ്റർ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തീരുമാനത്തിലെത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഡ്രൈവിംഗ് ആൻഡ് ഹാൻഡ്ലിംഗ് ടോപ്പ് ക്ലാസ് ആണ്. ക്രെറ്റ കഴിഞ്ഞാൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ ഫീൽ ചെയ്യുന്നതും പുതിയ ഡസ്റ്ററിലാണ്. വിദേശത്ത് ലഭിക്കുന്നതിനേക്കാൾ ഫീച്ചർ ലോഡർ ആയിട്ടാണ് റെനോ ഇന്ത്യക്കാർക്ക് ഡസ്റ്റർ നൽകിയിട്ടുള്ളത്. 2 ടർബോ പെട്രോൾ എഞ്ചിൻ കൂടാതെ ഒരു ഹൈബ്രിഡ് എഞ്ചിൻ കൂടി ഈ വർഷാവസാനം വരുന്നുണ്ട്. ഓണോട് പ്രൈസ് ഏതെങ്കിലും വേരിയന്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് ചോദിച്ചു.